ചെങ്കടലിൽ ഹൂതി വിമതർ ആക്രമിച്ച് തകർത്ത കപ്പലിൽ നിന്ന് കാണാതായ അനിൽകുമാർ സുരക്ഷിതൻ. അനിൽകുമാർ യമനിൽ നിന്ന് ഭാര്യ ശ്രീജയെ ഫോണിൽ വിളിച്ചു. ഈ മാസം 7-നാണ് ഹൂതി ആക്രമണത്തിൽ കപ്പൽ മുങ്ങി സെക്യൂരിറ്റി ഓഫീസറായ അനിൽകുമാർ അടക്കം 11 പേരെ കാണാതായത്. ചെങ്കടലിൽ വെച്ച് ഗ്രീക്ക് ചരക്ക് കപ്പലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കാണാതായ അനിൽകുമാർ രവീന്ദ്രൻ സുരക്ഷിതൻ. അനിൽകുമാർ ശനിയാഴ്ച കുടുംബത്തെ വിളിച്ച് താൻ സുരക്ഷിതനാണെന്ന് അറിയിച്ചു. ഭാര്യ ശ്രീജയോട് ചെങ്കടലിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്തി യമനിലേക്ക് കൊണ്ടുപോയെന്ന് അദ്ദേഹം പറഞ്ഞു. പുലർച്ചെ 1:30 അദ്ദേഹം എന്നെ വിളിച്ച് സുരക്ഷിതനാണെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം എവിടെയാണെന്ന് പറഞ്ഞില്ല. എനിക്ക് സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് അദ്ദേഹം കരുതിയത്. പക്ഷേ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായി. തുടർന്ന് അദ്ദേഹം സുഖമായി ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. തന്നെയും മറ്റ് ക്രൂ അംഗങ്ങളെയും ഒരു മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തിയെന്നാണ് അനിൽ പറഞ്ഞത്. 4-5 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പറഞ്ഞതായി ശ്രീജ പറയുന്നു. അനിൽകുമാർ യമനിലുണ്ടെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും യമൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണോ അതോ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണോ എന്ന് വ്യക്തമല്ല. അനിലിന്റെ ഫോൺ വിളി വന്ന വിവരം ശ്രീജ എംബസിയെ അറിയിച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് വിളിച്ച ഫോൺ നമ്പറും കൈമാറി. നിലവിൽ യമനിൽ ഇന്ത്യക്ക് എംബസി ഇല്ലാത്തതിനാൽ സൗദിയിലെ എംബസിക്കാണ് ചുമതല. ഈ മാസം 7-നാണ് ഗ്രനേഡ് ആക്രമണത്തിൽ കപ്പൽ മുങ്ങി സെക്യൂരിറ്റി ഓഫീസറായ അനിൽകുമാർ അടക്കം 11 പേരെ കാണാതായത്. 25 പേരാണ് ആക്രമിക്കപ്പെട്ട കപ്പലിലുണ്ടായിരുന്നത്. 3 പേർ ആക്രമണത്തിൽ മരിച്ചു. ഒരാൾക്ക് മാരകമായി മുറിവേറ്റു. 21 പേർ കടലിൽ ചാടി. ഇതിൽ തിരുവനന്തപുരം പാറശാല സ്വദേശി അഗസ്റ്റിൻ ഉൾപ്പെടെ 10 പേരെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു. അനിൽ അടക്കമുള്ളവർ ജാക്കറ്റ് ധരിച്ച് കടലിൽ ചാടിയെങ്കിലും തിരയിൽ ദിശ മാറിയതിനെ തുടർന്നാണ് കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിട്ടതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.